ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് നല്ലൊരു ടേസ്റ്റി സ്നാക്കാണ് ഇറച്ചിപ്പെട്ടി. നോമ്പ് തുറക്കുന്ന സമയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സമയം മൈദ കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഇത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഒട്ടും വേഗം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഞാനതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കും. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയ ശേഷം ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 പച്ചമുളകാട്ടോ എടുത്തിട്ടുള്ളത്. അതിനെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്താണ്. അതോടെ ചേർത്തിട്ട് സവാളേനെ ഒന്നുകൂടെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി നമ്മൾ ഒരുപാടൊന്നും ചേർക്കണ്ട. ഞാനിവിടെ ഒരു ഭാഗം തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഫില്ലിങ്ങിൽ തക്കാളി ചേർക്കാറില്ല, പക്ഷേ ഇതിൽ തക്കാളി ചേർത്താലായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത് മൂന്നും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പൊടികളെ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് ബീഫ് വെച്ചിട്ടാണ് കേട്ടോ ഈ മസാല റെഡിയാക്കുന്നത്. ബാക്കിയുള്ള പൊടികൾ, അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഞാൻ ബീഫിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ബീഫ് വേവിച്ച് അതിനെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണിത്. അതും കൂടി ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബീഫിനെ ഒന്നുകിൽ നമ്മൾ പിച്ചെടുത്താൽ മതി, അതല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ബീഫ് വേവിച്ചപ്പോൾ അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മസാലയിൽ ചേർക്കാത്തത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്നാക്കിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിന് നല്ലൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളിത് ദോശയാക്കിയിട്ട് ചുട്ടെടുത്തിട്ടാണ് കേട്ടോ ഇത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ ദോശയൊക്കെ റെഡിയാക്കുമ്പോൾ നമ്മൾ ഒരുപാടങ്ങ് ലൂസാവണ്ട, നീർദോശയുടെ പോലെ ആവരുത് കേട്ടോ. അല്ലാതെ നമ്മുടെ ദോശയുടെ അതേ കൺസിസ്റ്റൻസിയിലുണ്ട് ഇതുപോലെ ഉണ്ട് ഒരു ബാറ്റർ ആക്കിയിട്ട് എടുക്കണം നമ്മൾ. ഇനി നമുക്ക് ഈ ദോശ ഓരോന്നായിട്ട് ഒരു പാനിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ദോശ നമ്മൾ ഒരുപാട് വലുതും ആവേണ്ട, ഒരുപാട് ചെറുതും ആവേണ്ട, ഒരു മീഡിയം സൈസിലുള്ള ദോശയാക്കിയിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഇറച്ചിപ്പെട്ടിയുടെ വലിപ്പം കൂടുകയും കുറയും ഒക്കെ ചെയ്യും. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ദോശകളാക്കിയിട്ട് ചുട്ടെടുക്കാം. പിന്നെ ഈ ദോശ പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ. നമുക്ക് മാവ് കുഴക്കുന്ന പണിയൊന്നുമില്ല, നല്ല എളുപ്പമാണ് ഇങ്ങനെ ചെയ്യായതുകൊണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. തിരിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെയൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കതിന് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു ബാറ്റർ എനിക്കിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 6-7 ദോശയോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെയുള്ള ദോശകളായിട്ടാണ് നമുക്ക് വേണ്ടത്. നീർദോശയുടെ പോലെല്ലാന്ന് ഞാൻ പറയാൻ കാരണം, നീർദോശയുടെ അത്രയും ലൂസായാലും അതിലിങ്ങനെ ഹോൾസ് വരാൻ തുടങ്ങും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ടോ ഞാൻ പറഞ്ഞത്. ഇനി ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ ഇതിൽ നിന്ന് ഒരു 2 സ്പൂണൊക്കെ നമ്മുടെ മസാല എടുത്തിട്ട് ഈ ദോശയുടെ നടുവിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ 4 സൈഡിൽ നിന്നും മടക്കിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ 4 സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കുമ്പോൾ അതൊരു ബോക്സിൻ്റെ ഒരു ഷേപ്പിലായിട്ട് വരും. അതാണ് നമ്മൾ ഇറച്ചിപ്പെട്ടി എന്നതിൻ്റെ പേര് വരാൻ കാരണം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 6 എണ്ണത്തിനെയും ഇതേപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാത്തിനെയും ഇതുപോലെ മടക്കി നല്ല ബോക്സുകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു ബൗളിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. മല്ലിയില വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, ഓപ്ഷനിലാണ്. എന്നിട്ട് നമുക്ക് ഈ മുട്ടേനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു പാന് വെക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇറച്ചിപ്പെട്ടികളില്ലേ, അത് ഓരോന്നായി മുട്ടയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മളിപ്പോൾ ഈ എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറയുകയാണ്, ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഡീപ്പ് ഫ്രൈ ചെയ്യരുത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സമയം ഇതിങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ആ മൈദയൊക്കെ നന്നായിട്ട് വേവുകയും ചെയ്യും. നമ്മൾ ദോശയാക്കിയപ്പോൾ ഇനി എന്തെങ്കിലും വേവാൻ കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വേവായിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് നാളെ കാണാം.